ആതിരപ്പള്ളി കഴിഞ്ഞു. നമ്മൾ വാൽപ്പാറ റൂട്ടെത്തി. വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാണോ ഗൈഡാണോ അവരൊരാൾ പറഞ്ഞു ആന ഇറങ്ങിയിട്ടുണ്ട്, കൂട്ടത്തോടെ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങോട്ട് പോകണ്ട, ഒരു 8 മണി കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ ഇന്നലെ ഒരു ബൈക്കിൽ പോയ ഒരാൾ ആന റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. ഏതെങ്കിലുമൊക്കെ വണ്ടി പോകുമ്പോൾ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ റൂട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടു. നമ്മളവിടെ ഇറങ്ങി അതൊക്കെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് പോകാമെന്ന് ഓർത്തു. കാരണം നമുക്ക് ഒരിടത്ത് ഇറങ്ങാൻ പറ്റില്ല അങ്ങോട്ടൊക്കെ, കാരണം വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമായിട്ട് നമുക്ക് ഒരിടത്ത് അങ്ങനെ ഇറങ്ങി നിൽക്കാനുള്ളൊരു മനക്കട്ടിയില്ല, പേടിയുണ്ട്. അങ്ങനെ ജസ്റ്റ് ഞങ്ങൾ കണ്ട് ഇവിടെ ആൾ താമസമുണ്ട്. ഇവിടെ നിന്ന് മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമല്ല, കുറച്ചുള്ളിലോട്ട് പോകുമ്പോഴാണ് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ നമ്മൾ യാത്രയായി. പോകുന്ന വഴിക്കൊക്കെ ഈ ചെറിയ ഷോക്ക് കമ്പികളുണ്ട്, ലൈൻ കമ്പി, അതൊക്കെ മൃഗങ്ങൾ ഇറങ്ങാതിരിക്കാൻ വെച്ചിരിക്കും. കാരണം മുകളിലൊക്കെ വീടുകളുണ്ട്. അപ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കമ്പികളാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടെ ഫ്രണ്ടിലെപ്പോഴത്തേക്കും മഴ കിട്ടി. കാറിലായതുകൊണ്ട് കുഴപ്പമില്ല. മഴ പെയ്തതോടെ നല്ല കോട ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ തന്നെ കാണാം, റോഡൊന്നും കാണാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് നല്ല കോടയായിരുന്നു. കോട കാരണം നന്നായിട്ട് ആസ്വദിച്ച് പോകാൻ പറ്റി. ചെറിയ തണുപ്പും കാറ്റും മഴച്ചാറും ഒക്കെ ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു. മഴ സമയത്ത് പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അപ്പോഴുള്ള ഗുണമാണോ അതിന് അവിടെ എപ്പോഴും കോട ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോയ സമയം എന്തായാലും നല്ല ടൈമായിരുന്നു. ഞങ്ങൾക്കിങ്ങനെ വായി നോക്കി ആസ്വദിച്ച് പോകാൻ പറ്റി. അതിനുശേഷം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ലമുടി വ്യൂ പോയിൻറ്റിലോട്ടാണ്. ജസ്റ്റ് അവിടെ വ്യൂ പോയിൻ്റ് മാത്രമേ ഉള്ളൂ. റോഡ് വേറെ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ നമുക്ക് കാണാനോ ഇറങ്ങാനോ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നേരെ അവിടെ എത്തുക, വ്യൂ പോയിൻ്റ് കാണുക, തിരിച്ച് നമുക്ക് 6 മണിക്ക് മുമ്പ് റീച്ച് ആവുക എന്നൊരിത് മാത്രമേ നമുക്കുണ്ടായുള്ളൂ. അത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ നല്ലമുടി, അതിൻ്റെ ഒരു എസ്റ്റേറ്റ് പോലെയാണ്, ഞങ്ങളവിടെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി വ്യൂ പോയിൻറ്റിലെത്തുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ നല്ലമുടി വ്യൂ പോയിൻറ്റിലെത്തി. അവിടെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 50 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. നമ്മൾ 2 പേരുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് യാത്ര ഒരു അരമണിക്കൂർ വാക്കബിൾ ഡിസ്റ്റൻസിലാണ് വ്യൂ പോയിൻ്റ് ഉള്ളത്. ട്രക്കിംഗ് ഒന്നുമില്ല, നടന്ന് തന്നെ പോകണം. ഇതാണ് വ്യൂ പോയിൻ്റ്. മുകളിലെത്തുമ്പോൾ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ്. കോടയും മഞ്ഞും ഒക്കെ ഇങ്ങനെ കലർന്ന് മേഘമൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായി കാണാൻ. കുറച്ച് സമയം അവിടെ നിന്നും വന്നതിൻ്റെ ഒരു ഇതവിടെ നിന്ന് ഞങ്ങൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട്. അതിനുശേഷം എനിക്കവിടെ ഒരു വാഷ്റൂം പോലും ഇല്ലായിരുന്നു ഇത്രയും മണ്ടയിൽ കയറുമ്പോൾ. കാരണം ഒരുപാട് ഏജ് ആയിട്ടുള്ളവരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഇത്രയും കയറി ഇറങ്ങുമ്പോൾ തന്നെ പണിയാവും. ഇപ്പോഴേ വയ്യ കയറി ഇറങ്ങാൻ. പിന്നെ അവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാനൊരു സ്പേസ് ഉണ്ട്. അവിടെ കുറച്ച് നേരം ഞങ്ങളിരുന്ന് റെസ്റ്റ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നുണയും അവിടുത്തെ കുറ്റവും കുറവൊക്കെ പറഞ്ഞു. ഇങ്ങനെ വാഷ്റൂമിൽ ഇരിക്കാൻ ഇങ്ങനെ സ്ഥലം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും നുണയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സമയം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഇത്രയും കയറി അരമണിക്കൂർ ഇല്ല കയറി വരാൻ. എന്നാലും കുറ്റം പറയുന്ന മലയാളികളുടെ ഒരു ശീലമായതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഇറങ്ങി. വാൽപ്പാറയിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി വെജ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും കഴിച്ചു. ചില്ലി ചിക്കൻ്റെ കളർ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ചില്ലി ചിക്കൻ്റെ കളറ് ഇങ്ങനെയല്ല. അപ്പോൾ എനിക്കൊരു എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന്, പക്ഷേ ടേസ്റ്റ് വൈസ് ഒക്കെ ഓക്കെ ആയിരുന്നു. അവിടെ ഇരുന്ന് ചില്ലി ചിക്കനെയും ഫ്രൈഡ് റൈസിനെയൊക്കെ മൊത്തം തട്ടി വിട്ടാലും കുറ്റമെല്ലാം പറഞ്ഞ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ 6 മണിക്ക് മുമ്പ് റീച്ച് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഞങ്ങൾ നേരെ വിടുകയാണ്. അവിടെ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളാണിത്. എന്ത് രസമാണ് ഇങ്ങനെ കാണാൻ തന്നെ. ആക്ച്വലി ഞാൻ ഇപ്പോഴും ക്യാമറ എങ്ങനെ പിടിക്കേണ്ടതെന്ന് പഠിച്ചിട്ടില്ല. അതാണ് ചില സ്ഥലം വരുമ്പോൾ കുറേ വ്യത്യാസം വരുന്നത്. ഇത് ഡാമാണ്, ഞങ്ങൾ പോകുന്ന വഴിക്കുണ്ടായ ഡാമാണ്. ഞാൻ ഡാം എടുത്തുകൊണ്ടേ ഉള്ളൂ കാണാൻ. അവിടെ നിന്ന് കുറേ പിക്സ് എടുത്തു.
പിന്നെ ചെറിയൊരു വാഴച്ചാൽ വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ പോകുന്ന വഴിക്കായിരുന്നു. അവിടെ നമുക്ക് ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് ആ ചെറിയ വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് ഹാപ്പിലി ഞങ്ങൾ മടങ്ങി. സന്തോഷമായൊരു ദിവസമായിരുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ബൈ.